നമ്മെ സൃഷ്ടിച്ച ദൈവം നന്മയുടെ ഉറവിടമാണ്. നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. ദൈവത്തിന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. ഏതൊരു പിതാവും തൻ്റെ കുഞ്ഞ് വളരണമെന്നും ഉയരണമെന്നും അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ സ്വർഗീയ പിതാവിനും നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാൽ പ്രിയരെ, നാം പാർക്കുന്ന ഈ ഭൂമി ദുഷ്ടൻ്റെ അധീനതയിലാണ്. നാം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടരുത്, ഉയർച്ച പ്രാപിക്കരുത്, നന്മ കാണരുത് എന്നതാണ് അവൻ്റെ അജണ്ട. അവനെപ്പോഴും അങ്ങനെ പോരാടുകയാണ്. നീ ഒരിക്കലും ഉയരരുത്. എന്നാൽ എനിക്കൊരു പിതാവുണ്ട്. എൻ്റെ പിതാവ് രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. എൻ്റെ അപ്പൻ സ്വർഗീയ പിതാവാൻ ദൈവമാണ് എന്നറിയുന്ന മകന് അപ്പൻ്റെ കരുതലുകളെ കാണാനൊരു കൊതിയുണ്ടാകും. അങ്ങനെ ആ കരുതലുകളും ആ ഉറവുകളൊക്കെ ഒന്ന് കാണാൻ മകൻ ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ, മകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, മകൻ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നിങ്ങൾക്കെതിരെ പോരാടിയാലും നിങ്ങളുടെ ഉറവുകളെ തടയാൻ, നന്മകളെ തടയാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ദൈവം തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളുടെ കയ്യിൽ തരും. അപ്പൻ്റെ അവകാശം ദൈവം നിങ്ങൾക്ക് തരും. വിശ്വസിക്കുക, ദൈവം നിൻ്റെ കയ്യിൽ തരും. അബ്രഹാം പിതാവ് തൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി കരുതി വെച്ച ഉറവുകളെ ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞു. എന്നാൽ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ചില ഉറവകൾ കരുതി വെച്ചു. അതെനിക്കൊന്ന് കാണണമെന്ന് ഇസഹാക്കിന് ഒരാഗ്രഹമുണ്ടായി. അവനത് കണ്ടെത്താൻ തുടങ്ങി. അവൻ മണ്ണ് കുടിക്കുന്നു, അവനത് അന്വേഷിക്കുന്നു, അവൻ ആ ഉറവകളെ കണ്ടെത്തുന്നു എന്നറിഞ്ഞ ഫിലിസ്ത്യർ അവനോട് ശണ്ടയിടാൻ തുടങ്ങി. പിശാച് എപ്പോഴും ഇങ്ങനെയാണ്. നന്മ തൊട്ടടുത്ത് വരുമ്പോൾ അത് അനുഭവിക്കാൻ സമ്മതിക്കില്ല, ശണ്ടയിടാൻ വരും. അതെനിക്ക് വേണ്ട എന്നാണ് അവൻ്റെ അജണ്ട. ഇസ്ഹാക്ക് തിരിച്ച് ശണ്ടയിട്ടില്ല. നാമും ശണ്ടയിടാൻ പാടില്ല. നമ്മുടെ കർത്താവും അങ്ങനെ തിരിച്ച് ശകാരിച്ചിട്ടുമില്ല. പക്ഷെ അവൻ കുഴിക്കുന്നത് നിർത്തിയില്ല. അവൻ വീണ്ടും കുഴിക്കുകയാ. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കരുതി വെച്ചത് എനിക്ക് അനുഭവിക്കണം. വീണ്ടും അവർ ശണ്ടയിടാൻ വന്നു. അവനത് അനുഭവിക്കാൻ കൊടുത്തില്ല, ശണ്ടയിട്ടില്ല ഇസഹാക്ക്. പക്ഷെ അവൻ വീണ്ടും കുഴിക്കുകയാ. വീണ്ടും 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 അപ്പൻ്റെ കരുതൽ കാണാൻ മുൻപോട്ട് ചുവട് വെച്ച മകന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരിടമുണ്ടാക്കി. അവൻ കുഴിക്കാൻ തുടങ്ങി. ഇന്നലകളിൽ ശണ്ടയിടാൻ വന്നവരെ കാണാനില്ല. അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കും. നിനക്ക് അവകാശപ്പെട്ടത്, നിനക്ക് അർഹതപ്പെട്ടത് നിന്റെ കയ്യിൽ വരും. യഹോവ നമുക്കിടമുണ്ടാക്കി എന്ന് പറഞ്ഞ് അവനതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ദൈവം ആ ഉറവയെ തുറന്നു വെച്ചു. ദൈവം നിനക്ക് അവകാശപ്പെട്ടത് നിന്റെ കയ്യിൽ തരുമെന്ന് മാത്രമല്ല, അതിനെ തുറന്നു വയ്ക്കും. തലമുറകൾക്ക് കൂടി അനുഭവിക്കുവാൻ ചില നന്മകൾ, ഉറവകൾ നിന്റെ ജീവിതത്തിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. ആരും ശണ്ടയിടാൻ വരില്ല. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും.
ദൈവം ചിലത് തുറന്നു വയ്ക്കും. വിശ്വസിക്കാൻ. നിന്റെ യുദ്ധങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ദൈവം നിനക്ക് സ്വസ്ഥത കൽപ്പിക്കാൻ പോകുന്നു. യുദ്ധത്തിനൊരു കാലമുണ്ട്, അവസാനിക്കാൻ പോവുക. സമാധാനത്തിൻ്റെ സമൃദ്ധി ദൈവം നിന്റെ കുടുംബത്തിലേക്ക് പകരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.